സംസ്ഥാനത്തൊരു ഇടവേളയ്ക്ക് ശേഷം പൊള്ളുന്ന ചൂടിന് ആശ്വാസമായി കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും ചില പ്രദേശങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് മഴയ്ക്ക് സാധ്യതയുള്ളത്. അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് 12 ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. കണ്ണൂരും കാസർഗോഡും ഒഴികെയുള്ള ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഒരു ജില്ലകളിലും പ്രത്യേക അലർട്ടുകൾ നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. കിഴക്കൻ കാറ്റ് ശക്തി പ്രാപിച്ചതാണ് നിലവിലെ മഴയ്ക്കുള്ള അന്തരീക്ഷ സ്ഥിതി ഒരുങ്ങുന്നതിന് കാരണമായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം രൂപം കൊണ്ട ചക്രവാത ചുഴിയുടെ സ്വാധീന ഫലമായും കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരുന്നു കഴിഞ്ഞ ദിവസം വേനൽ മഴ റിപ്പോർട്ട് ചെയ്തത്. വടക്കൻ ജില്ലകൾക്ക് പിന്നാലെ തെക്കൻ ജില്ലകളിലും അതിശക്തമായ മഴ വരും ദിവസങ്ങളിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ശക്തമായ മഴയ്ക്കും ഇടിമിന്നലിനുമൊപ്പം മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് നാളെയും സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാമെന്നാണ് മുന്നറിയിപ്പ്. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം മുന്നറിയിപ്പ് നൽകി. കൊല്ലം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് ലെവലിലാണ് UV ഇൻഡെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സൂര്യതാപ സാധ്യത കണക്കിലെടുക്കണമെന്ന് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നു. വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.